തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ തന്ത്രങ്ങളായിരുന്നു. ആ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമായ പ്രശ്നം. അതിലൂടെ സംഭവിക്കുന്നത് രാജ്യത്തെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ജനങ്ങൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യും വിധത്തിലേക്കുള്ള വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി വരികയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് കൈരളി ന്യൂസ് പങ്കുവെക്കുന്നത്. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവായി തന്നെ ആ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോവുകയും ചെയ്യാം. ശരത്ത് അവിടെ നിന്ന് ചേരുന്നു. അത് തൃശ്ശൂർ ആവണിശ്ശേരി പഞ്ചായത്തിൽ ബി.ജെ.പി അനുഭാവിയായ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ കള്ളവോട്ട് ചേർത്തു എന്നാണ് ബി.ജെ.പി നേതാവായ CV അനിൽകുമാറിനെ ഏതാണ്ട് 17 വോട്ടർമാരുടെ രക്ഷിതാവായി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള വിവരം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ശരത്ത് നൽകട്ടെ. ശരത്ത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്തേട്ടാ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ശരത്ത് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? അതായത് ഏതോ 17 മനുഷ്യരുടെ രക്ഷിതാവായി ഈ പറഞ്ഞയാൾ മാറുകയായിരുന്നോ? അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യ, മകൻ അല്ലെങ്കിൽ അമ്മ, അങ്ങനെ 3-4 പേരുള്ളൊരു കുടുംബമാണ് എന്നുകൂടി കണ്ടിരുന്നു. പക്ഷേ 17 പേരാണ് ആ വീടിൻ്റെ മേൽവിലാസത്തിൽ തൃശ്ശൂരിലെ വോട്ടർമാരായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടിയതെന്നാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണതിൻ്റെ? ശരത്തേട്ടാ, അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന അവണിശ്ശേരി പഞ്ചായത്ത് ബി.ജെ.പിയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ബി.ജെ.പി ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ ബി.ജെ.പി ഭരിക്കുന്ന പഞ്ചായത്തിലെ BLOയുടെ സഹായത്തോട് കൂടിയിട്ട് ഇത്തരത്തിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ബി.ജെ.പി നേതാവ് അനിൽകുമാർ എന്ന് പറയുന്ന ബി.ജെ.പി നേതാവ് 17 വോട്ടുകൾ താൻ രക്ഷിതാവായിക്കൊണ്ട് 17 വോട്ടുകൾ 69-ാം നമ്പർ ബൂത്തിൽ ചേർത്തിരിക്കുകയാണ്. ഈ അനിൽകുമാർ തന്നെയാണ് അവിടുത്തെ ബൂത്ത് ഏജൻറ്റ്, ബി.ജെ.പിയുടെ ബൂത്ത് ഏജൻറ്റ് കൂടി എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതിനകത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ രീതി ഭയങ്കര രസമാണ്. അദ്ദേഹം താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം, ഈ 3 പേർക്ക് അവിടെ വോട്ടുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രം താമസിക്കുന്ന തറവാട് വീടുണ്ട്. ആ തറവാട് വീട്ടിലെ മേൽവിലാസം മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ 17 വോട്ടുകൾ അദ്ദേഹം ചേർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരം സമാനമായിട്ടുള്ള വാർത്തകൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു. RSS നേതാവും കുടുംബവും ഇരട്ട വോട്ട് ചേർത്ത സംഭവം ഉണ്ടായിരുന്നു. ബി.ജെ.പി നേതാവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ഇത്തരത്തിൽ തൃശ്ശൂരിലും പൊന്നാനിയിലും വോട്ടുള്ള കാര്യം വന്നിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ അവണിശ്ശേരി പഞ്ചായത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ തിരിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന 17 പേർ എന്ന് പറയുന്നതിൽ 5 പേർ വനിതകളാണ്. 20 വയസ്സിനും 61 വയസ്സായിട്ടുള്ള ആളുകളാണ് ഈ 17 പേരും എന്ന് പറയുന്നത്. ഈ അനിൽകുമാറിൻ്റെ അറിവോടുകൂടി തന്നെ അദ്ദേഹം അവിടുത്തെ ബി.ജെ.പിയുടെ ബൂത്ത് ഏജൻറ്റാണ്. 69-ാം നമ്പറിലെ ബി.ജെ.പിയുടെ ബൂത്ത് ഏജൻറ്റാണ്. കൃത്യമായിട്ട് ബി.ജെ.പിക്ക് വളരെ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരു എയ്ഡഡ് സ്കൂളിലെ ക്ലാസ് 4 ജീവനക്കാരാണ് അവിടുത്തെ BLO ആയിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു തിരിമറി നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കണക്ക് പറയുന്നത് 1432 മുതൽ 1563 വരെയുള്ള നമ്പറുകളിലായിട്ടാണ് ഇത്തരത്തിൽ 17 വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഇതിൽ 5 പേർ സ്ത്രീകളാണ്. വോട്ടർ പട്ടികയിൽ 17 പേരുടെയും വീടിൻ്റെ വിലാസം എന്ന് പറയുന്നത് കൊടുക്കുന്നത് അവരവരുടെ സ്വന്തം വിലാസം തന്നെ കൊടുക്കുന്നു. എന്നാൽ അമ്മ താമസിക്കുന്ന വീടിനെ മറയാക്കിക്കൊണ്ടാണ്, ആ ക്രമത്തിലാണ് ഈ പേരുകൾ ചേർത്തിയിട്ടുള്ളത്. ശരത്, അല്ല, അതിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഈ വാർത്തയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അതിൽ അങ്ങനെ ചേർക്കപ്പെട്ട 17 വോട്ടർമാരുടെയും അവർ സ്വാഭാവികമായും ആ നാട്ടുകാരല്ല. ആ ഒരു സ്പെഷ്യൽ വോട്ട്, അതായത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്ന് കയറി കൂടിയവരാകണം, യാതൊരു സംശയവുമില്ല. അതാണല്ലോ ഈ 17 പേരുടെയും രക്ഷകർത്താവിൻ്റെ സ്ഥാനത്താണോ ഈ പറഞ്ഞ ആശാൻ്റെ പേര് വെച്ചിരിക്കുന്നത്? അതായത് ഭർത്താവിൻ്റെ പേര്, അച്ഛൻ്റെ പേര് എന്നൊക്കെ പറയുന്ന ആ കോളത്തിൽ ഒക്കെ ഈ 17 പേർക്കും അനിൽകുമാറിൻ്റെ പേരാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം? അതിൻ്റെ ഗുട്ടൻസ് എന്താണ് അതിൽ കാണുന്നത്? സാധാരണഗതിയിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ഇറക്കുമ്പോൾ പേര്, നമ്മുടെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ, പ്രായം, പിന്നെ രക്ഷിതാവിൻ്റെ, ഭർത്താവിൻ്റെ, അച്ഛൻ്റെ, ഇങ്ങനെ പേരുണ്ട്. ഇതിനകത്ത് അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും പേര് എന്നുള്ള ഭാഗത്തല്ല, രക്ഷിതാവ് എന്ന പേരിലാണ് ഈ CV അനിൽകുമാറിൻ്റെ പേര് 17 പേരുടെ ഈ വോട്ടർ പട്ടികയ്ക്കകത്തും അങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് BLOയുടെ സഹായത്തോടു കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. BLOയുടെ സഹായത്തോടു കൂടിയിട്ട്, ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി നടപ്പാക്കിയ ഒരു വലിയ തിരിമറിയായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതിൽ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് ഈ 17
17 പേരുടെയും അല്ല അത് രക്ഷിതാവിന്റെ ശരത് അത് നന്നായി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ 17 പേരുടെയും അച്ഛനോ ഭർത്താവോ എന്നൊക്കെ ധരിച്ചു പോയേനെ ആളുകൾ. അപ്പോൾ ഏതായാലും അത് മാറ്റി മറ്റുള്ളവർ എന്ന ഗണത്തിൽപ്പെടുത്തി അങ്ങനൊരു കാര്യം ചെയ്തത് ഏതായാലും നന്നായി. 17 പേരുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രക്ഷാകർത്താവ് എന്ന് മാറിയിട്ട് വേറെ തരത്തിലൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ വന്നേനെ. അത് നമ്മൾ ബാംഗ്ലൂർ അവിടെ കണ്ടതാണ്, നേരത്തെ മഹാദേവപുരത്ത് കണ്ടതുപോലെ തന്നെ ഈ പേരില്ല, അച്ഛൻ്റെ പേരില്ല, എല്ലാം ഇങ്ങനെ തോന്നിയ പോലെ ABCD എന്ന മട്ടിൽ എഴുതി വിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ചില തൃശ്ശൂർ പതിപ്പുകളാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പണിയാണ് അല്ലേ? ഈ വോട്ടർ പട്ടികയൊക്കെ നോക്കി ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും കാണാനുണ്ടോ വ്യാപകമായിട്ട് ഈ പറഞ്ഞ പരിപാടി തൃശ്ശൂരിൽ ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ? ശരത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൂങ്കുന്നം മേഖലയിൽ, നഗരത്തിൽ തന്നെയുള്ള പൂങ്കുന്നം മേഖലയിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായിട്ട് വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം വിട്ടിട്ട് പഞ്ചായത്തിലോട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? അതായത് എല്ലാ മണ്ഡലത്തിലും ഇത്തരത്തിൽ ക്രമക്കേടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. ഇപ്പോൾ പഞ്ചായത്തിലേക്ക്, അവണിശ്ശേരി പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടിക മണ്ഡലത്തിലെ അവണിശ്ശേരി പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഈ അവണിശ്ശേരി പഞ്ചായത്ത് പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാകും. കാരണം കൃത്യമായിട്ട് BJPക്ക് ഏറെ സ്വാധീനമുള്ളൊരു മേഖലയാണത്. BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. BJPക്ക് അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ, ഇത്തരം എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള പ്രാദേശികമായിട്ടുള്ള BJP പ്രവർത്തകർ പലരും പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുകളുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇത്തരം വലിയ ക്രമക്കേടുകൾ ഇനിയും പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവണിശ്ശേരി പഞ്ചായത്ത് ഇത്തരത്തിലൊരു ക്രമക്കേടുകളുടെ ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരത്, റൈറ്റ്. ഏതായാലും ശരത്തിനെ പോലൊക്കെയുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഈ തൃശ്ശൂരിൻ്റെ മുക്കിനും മൂലയിലും പോയി നഗരം വിട്ടിപ്പോൾ ആ പഞ്ചായത്തുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് BJPക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ 17 പേരുടെ രക്ഷകർത്താവ് ആ പ്രദേശത്തെ ഒരു BJPക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന തറവാട് വീട് കേന്ദ്രീകരിച്ച് 17 പേരെ ചേർത്തിരിക്കുന്നു. അപ്പോൾ ആ കോളത്തിൽ എങ്ങനെയൊക്കെയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ശരത്ത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര സഹമന്ത്രി നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ നാട്ടിലേക്ക് MP കൂടിയായിട്ടുള്ള അദ്ദേഹം വരുന്നത്. വളരെ നന്ദി, സഹായത്തിന് വലിയ നന്ദി എന്നാണ് നിങ്ങളെയൊക്കെ തൊഴുതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ പരസ്യമാക്കാനുള്ളതാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ. ഏതാണ്ട് ഒരു 26 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. അതെ, ഏതാണ്ട് 26 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം എത്തിയിട്ട് 3 മണിക്കൂർ തികച്ച് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നിന്നിട്ടില്ല എന്നും കൂടി ശ്രദ്ധിക്കണം ശരത്തേട്ട്. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? അദ്ദേഹം നേരെ അങ്കമാലി പോകുന്നു. അതിനുശേഷം കോതമംഗലം, തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 9:30 എത്തി. അങ്കമാലി കോതമംഗലം റൂട്ടിൽ എന്താണ് തിരിച്ചുപോയി? തൃശ്ശൂർ MP അങ്കമാലി കോതമംഗലം റൂട്ടിലോട്ട് പോയത് എന്തിനാണ്? ഇവിടെ വലിയ ആവശ്യത്തിലേറെ ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമില്ല. ഏതാണ്ട് ഈ പറഞ്ഞ 26 ദിവസം ഏതാണ്ട് അത്രയും തന്നെ ആയി കാണും അദ്ദേഹം ഒരു മൗനവ്രതത്തിലായിട്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മളോടൊക്കെ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ച അദ്ദേഹമാണ്. കൈരളിയാണ് ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഗംഭീരമായ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഈ തൃശ്ശൂർ MP ഈ പറഞ്ഞ റൂട്ടിൽ പോകാൻ എന്താ കാര്യം ശരത്ത്? നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടോ, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രതികരണമുണ്ടോ എന്ന് നമ്മൾ നിരന്തരം അദ്ദേഹത്തിനോടൊപ്പം 3 ചടങ്ങുകളിലെത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട ഒരു കന്യാസ്ത്രീയുണ്ട്, പ്രീതിയുടെ വീട് അങ്കമാലിയിലാണ്. അവിടെ എത്തിയിട്ടാണ് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു സുരേഷ് ഗോപി അവിടെ പോയത്. അവിടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിന് ശേഷവും സുരേഷ് ഗോപി ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഒരു പ്രതികരണം നടത്താതെ പുറത്തു പോവുകയായിരുന്നു. ഇന്നത്തെ വളരെ കൗതുകരമായ കാര്യം, ഇതിനുശേഷം സന്ദർശനത്തിന് ശേഷം ഈ സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം വന്ന് കണ്ടു. അതായത് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഇടപെടാൻ ചില പരിമിതികളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ എങ്ങനെയാണിത് കോടതിയുടെ മുമ്പിലേക്ക് എത്തിയത്, ഇതെങ്ങനെ ആരാണ് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പുള്ളിക്ക് യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. എന്തായാലും പുള്ളി ഇത്തരത്തിൽ അവിടെ പോയിട്ട് ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കോതമംഗലത്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു യുവതിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നും മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്തുടർന്നുണ്ടായിരുന്നു. അദ്ദേഹം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ മൗനവ്രതത്തിൽ തന്നെ ആയിരുന്നു. ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ.